കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ അരയും തലയും മുറുക്കിയിറങ്ങുന്ന കോൺഗ്രസ് എംപിമാർക്ക് മുന്നിൽ അപ്രതീക്ഷിതമായിട്ട് ചെക്ക് വെച്ചിരിക്കുകയാണ് AICC. MLA വരായിട്ട് ജയിച്ച് മന്ത്രിയാകാൻ മോഹിക്കുന്നവർക്ക് മുന്നിൽ ഹൈക്കമാൻഡ് വെച്ചിരിക്കുന്ന ഡിമാൻഡ് അല്പം കടുപ്പമേറിയതാണ്. ഹൈക്കമാൻഡിലെ ഡിമാൻഡ് ഇങ്ങനെയാണ്: നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി ലോക്സഭാ അംഗത്വം രാജിവെക്കുന്ന എംപിമാർ തങ്ങൾ ഒഴിഞ്ഞു പോകുമ്പോൾ ആ സീറ്റിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വിജയം ഉറപ്പാക്കണമെന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. വെറുതെ സീറ്റുകൾ വിട്ടുകളഞ്ഞ് നിയമസഭയിലേക്ക് വരേണ്ടതില്ല എന്നും ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നഷ്ടപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിയമസഭയിലേക്ക് മാറിയ നേതാവിനായിരിക്കുമെന്നും ഹൈക്കമാൻഡ് വ്യക്തമാക്കി കഴിഞ്ഞു. അടൂർ പ്രകാശ്, K. സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ തുടങ്ങിയ പ്രമുഖർ നിയമസഭ ലക്ഷ്യം വെക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങൾ നിലനിർത്തുക എന്നത് പാർട്ടിക്ക് വലിയ കടമ്പയായി മാറും. ദേശീയ തലത്തിൽ ഒരു സീറ്റ് പോലും നിർണായകമാണെന്നിരിക്കവേ കേരളത്തിൽ നിന്നും ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുത്തുവാൻ രാഹുൽ ഗാന്ധിയോ മല്ലികാർജുൻ ഖാർഗെക്കോ സോണിയാഗാന്ധിയോ തയ്യാറല്ല. അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന് താൻ നിലവിൽ പ്രതിനിധീകരിക്കുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ UDFന് നിലനിർത്തുവാൻ കഴിയുമെന്ന് പാർട്ടിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. K. സുധാകരനാകട്ടെ കണ്ണൂർ MP സ്ഥാനമൊഴിഞ്ഞ് നിയമസഭയിലേക്ക് വരുമ്പോൾ കണ്ണൂരിൽ പകരക്കാരനായിട്ട് ആര് വരും, വിജയിക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര സീറ്റ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുവാൻ അദ്ദേഹത്തിന് അനുമതി ലഭിക്കുകയുള്ളൂ. ഷാഫി പറമ്പിൽ വടകര സീറ്റിലെ വിജയ സാധ്യതയാണ് ഷാഫിയുടെ നിയമസഭാ മോഹങ്ങൾക്ക് മുന്നിലുള്ള പ്രധാന തടസ്സം. മന്ത്രിസ്ഥാനം ലക്ഷ്യമാക്കി മിക്ക എംപിമാരും നിയമസഭയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിയാക്കാം എന്ന കണക്കുകൂട്ടലാണ്. എന്നാൽ ഈ മന്ത്രിമോഹം നടക്കണമെങ്കിൽ ആദ്യം ലോക്സഭാ സീറ്റ് സുരക്ഷിതമാണ് എന്ന് തെളിയിക്കണം. ചുരുക്കത്തിൽ നിയമസഭാ ടിക്കറ്റ് വേണമെങ്കിൽ സ്വന്തം ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലും ജയിക്കുമെന്ന് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതായത് നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുള്ള എംപിമാർക്ക് മുന്നിൽ സീറ്റ് ഇൻഷുറൻസ് എന്ന വലിയൊരു കടമ്പയാണ് ഹൈക്കമാൻഡ് വെച്ചിരിക്കുന്നത്. സീറ്റ് നഷ്ടപ്പെട്ടാൽ ശിക്ഷയുമുണ്ടാകും. ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പരാജയപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും നിയമസഭയിലേക്ക് മാറിയ എംപിമാർക്കായിരിക്കും. പാർലമെന്റിലെ ഒരംഗത്തെ കുറയ്ക്കുവാൻ ഹൈക്കമാൻഡ് തയ്യാറല്ല എന്നതാണ് ഈ നീക്കത്തിന് പിന്നിൽ. സാമുദായിക സമവാക്യം കൂടി ലക്ഷ്യമാക്കുന്നു. തിരഞ്ഞെടുപ്പ് വിജയത്തിന് പുറമെ മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങൾ തെറ്റാതെ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ബാധ്യതയും ഇവർക്കുണ്ടാകും. മറുഭാഗത്താകട്ടെ താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ഊർജിത ശ്രമത്തിലുമാണ് KPCC ഉള്ളത്. ഗ്രൂപ്പ് പോരുകൾ മറന്ന് നേതാക്കന്മാർ ഒരുമിച്ച് നിന്നാൽ ഭരണ തുടർച്ച എന്ന LDF സ്വപ്നത്തിന് അന്ത്യമിടാം എന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. അക്ഷീണം പ്രവർത്തിക്കാൻ തന്നെയാണ് ആഹ്വാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച മുന്നേറ്റം നിയമസഭയിലും ആവർത്തിക്കാൻ നേതാക്കളും അണികളും വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പിണറായി സർക്കാരിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഗ്രൂപ്പ് വൈര്യങ്ങൾ മാറ്റിവെച്ച ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ വിജയം ഉറപ്പിക്കാൻ കഴിയൂ എന്നും അന്ത്യശാസനവും നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഡിസ്ട്രിക്ട് തലങ്ങളിൽ കോർ കമ്മിറ്റികൾ രൂപീകരിച്ച പ്രവർത്തനം വേഗത്തിലാക്കുവാനും തീരുമാനമുണ്ട്. നേതാക്കൾക്ക് വ്യക്തിപരമായ താൽപര്യങ്ങളെക്കാൾ പ്രാധാന്യം പാർട്ടിയുടെ വിജയമാകണം. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ 2026 UDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല.